ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഇന്നു ഞാൻ വന്നിരിക്കുന്നത് ഒരു യാത്രാ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് കേരളത്തിൽ നിന്നും കർണാടകയിലേക്കുള്ള ഒരു ട്രിപ്പാണ്. ഞങ്ങളൊരു 11 പേരടങ്ങിയ സംഘമാണ് അങ്ങോട്ട് പോകുന്നത്. അടുത്ത കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങി വരാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. മനോഹരമായിട്ടുള്ള ട്രിപ്പായിരുന്നു. പ്രധാനമായിട്ടും ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളുടെ കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ കാഴ്ചകൾക്ക് ശേഷം ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് 2 ക്ഷേത്രങ്ങളാണ്. അത് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കോടിലിംഗേശ്വര ക്ഷേത്രമാണ്. അത് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ നിർമ്മിതിയാണത് എന്ന് കണ്ട കാഴ്ചയിൽ തന്നെ തോന്നി. അത് ആർക്കും, ഏതൊരു വിശ്വാസിക്കും വിശ്വാസി അല്ലാത്തവരും ഇത്രയും അടുക്കും ചിട്ടയോടുകൂടി ഇവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുള്ളത് എന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. 1 കോടി ശിവലിംഗ പ്രതിഷ്ഠയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കത് കണ്ടുവരാൻ തന്നെ 1 മണിക്കൂറോളം ഏകദേശം പിടിക്കും. അതുമാത്രമല്ല, അത് ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അത് അതിനെക്കാട്ടി വലിയ പാടാണ്. ഒരൊറ്റ ശിവലിംഗത്തിനും ഒരു അഴുക്ക് പോലും പുരണ്ടിട്ടില്ല. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അവിടെ കോലാറിലുള്ള ഒരു ക്ഷേത്രമാണ്. കോലാറമ്മ എന്നുള്ളൊരു ക്ഷേത്രമാണ്. അതൊരു പുരാതന നിർമ്മിതിയാണ്. അതിൻ്റെ ആ പഴമ നഷ്ടപ്പെടാതെ അതേ തനിമയോടുകൂടി ഇന്നും അതവിടെ നിലനിന്ന് പോരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ കോടിലിംഗേശ്വര ക്ഷേത്രം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറത്ത് നിന്നും ട്രെയിൻ കയറുകയാണ് കേട്ടോ. ഒസൂർ എന്ന സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് 2 ബസ് കയറിയിട്ട് വേണം കോലാറിലെത്താൻ. തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ഒരു ബോർഡറാണ് ഈ ഒസൂർ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഒസൂർ സ്റ്റേഷനിൽ എത്തി. അവിടുത്തെ കാഴ്ചകളാണ്. 5 മണിയാണ്, പുലർച്ചെ 5 മണിയാണ് ഇപ്പോൾ. ആ സമയത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം, ബസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം കോലാറിലെത്താൻ. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആദ്യത്തെ ബസ് ഞങ്ങൾ പിടിക്കുകയാണ്. ഒരു ബസ്സിൽ നേരിട്ട് അങ്ങോട്ട് എത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ബസ്സിൽ കൂടി ഞങ്ങൾക്ക് കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബസ്സിൽ ഞങ്ങൾ യാത്ര തുടരുകയാണ്. നല്ല സുന്ദരമായിട്ടുള്ള യാത്രയാണ്. വളരെ ഓവർ സ്പീഡൊന്നും ഇല്ലാതെയാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഹൈവേകളാണ്. നാട്ടിൻപുറത്തെ റോഡുകളൊന്നും അത്ര വലിയ ശുദ്ധിയൊന്നുമില്ല, വളരെ മോശം റോഡുകളാണ്. പക്ഷേ ഹൈവേ വളരെ മനോഹരമാണ് അവിടുത്തെ. ഏകദേശം ആദ്യത്തെ ബസ് സ്റ്റേഷൻ എത്താറായി. ഇനി മറ്റൊരു ബസ്സിൽ കൂടി യാത്ര ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കോലാറിലേക്ക് എത്തട്ടാ. അപ്പോൾ ഞങ്ങളിവിടെ കോലാർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്, ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം ഒരു 1-2 ഓട്ടോറിക്ഷകൾ വിളിക്കേണ്ടി വരും. 2 ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സ് പറഞ്ഞത്. കാരണം ഒരു ഓട്ടോറിക്ഷയിൽ 5-6 പേരൊക്കെ യാത്ര ചെയ്യുന്നത് ഇവിടെ നിത്യസംഭവങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് 2 ഓട്ടോറിക്ഷയിൽ വിളിച്ചിട്ട് അതിൽ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിൽ നല്ല രസകരമായിട്ടുള്ള ചില കാഴ്ചകൾ കണ്ടിട്ടോ. ഒരാൾ ഞാനതാ 2 കാലും പുറത്തേക്ക് നീട്ടിയിട്ട് ഇരിക്കുകയാണ് ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ കർട്ടൻ പൊക്കിയിട്ട് എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങളത് കാര്യമാക്കിയിട്ടില്ല. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇതാ ഏകദേശം ഞങ്ങളുടെ ഹോട്ടലിനടുത്ത് എത്താറായി. ഇപ്പോൾ ഹോട്ടലിൽ എത്തി. ഇതാണ് കോലാറിലെ ഫേമസ് ഹോട്ടലായ സായിധാം ഹോട്ടൽ. നല്ല ഭക്ഷണമാണ്, നല്ല റൂമുകളാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് വിശ്രമിക്കണം. അതിനുശേഷം ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയതിന് ശേഷം അമ്പല ദർശനം നടത്താനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് കോലാറമ്മ എന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതവിടെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് അവിടുന്ന് യാത്ര പുറപ്പെട്ടു ഇവിടെ കോലാറമ്മ എന്ന ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരു പഴയ അമ്പലമാണ്. പഴയ അമ്പലം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പണി തീർത്ത ഒരു അമ്പലമാണ്. അത് ഇന്നും അതിൻ്റേതായ ആ പഴമയെ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇവർ സംരക്ഷിച്ച് പോരുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പഴമയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരത്തിലുള്ള ക്ഷേത്ര ദർശനങ്ങൾ നേരിട്ടല്ലെങ്കിൽ കൂടെ വീഡിയോയിലൂടെ കണ്ടിട്ട് നിർവൃതി അടയാട്ടോ. അപ്പോൾ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കായി ഇവിടെ സമർപ്പിക്കുന്നു. അതിനുശേഷം ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകും. ഒരു 1-2 മണിക്കൂർ കറങ്ങി അടിക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പോഴേക്കും ഏകദേശം നേരെ ഇരുട്ടാവും. പിന്നെ നാളെയാണ് ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്ര കേട്ടോ. ആ ക്ഷേത്രം അതൊരു അത്ഭുതകരമായിട്ടുള്ള ക്ഷേത്രമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കത് കാണാൻ കഴിയുക. മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതിയാണത്. മനോഹരം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല, അതിശയിപ്പിക്കുന്ന ഒരു തരം നിർമ്മിതിയാണത് അവിടെ കേട്ടോ. 1 കോടി ശിവലിംഗ പ്രതിഷ്ഠയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 1 കോടി ശിവലിംഗ പ്രതിഷ്ഠ അതേ രീതിയിൽ നല്ല രീതിയിൽ ഒരു വൃത്തികേടും ഇല്ലാതെ അവർ സംരക്ഷിച്ച് പോരുന്നുണ്ട്. അത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം നമുക്ക് കോടിലിംഗേശ്വരം ക്ഷേത്രത്തിലേക്ക് യാത്രയാകാം കേട്ടോ. അപ്പോൾ ഞാനിനി ഒരുപാട് നേരം സംസാരിച്ചിട്ട് നീട്ടുന്നില്ല. ഇപ്പോൾ ഇതിന് ശേഷം കോടിലിംഗേശ്വര ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടരാം. ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. അത് ഇന്നല്ല ഞങ്ങൾ പോകുന്നത്, നാളെ രാവിലെയാണ് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇവിടെ കാണാവുന്നതാണ് കേട്ടോ. പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവിദാനം തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതു കാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തിത്തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും. ഇനി നമുക്ക് കോടിലിംഗേശ്വര ടെമ്പിൾ സന്ദർശിക്കാം കേട്ടോ. ഇവിടുത്തെ അത്ഭുത കാഴ്ചകളുമായി ഈ വീഡിയോയിലൂടെ നമുക്ക് മുന്നേറ്റ് പോകാം. ഒരുപാട് നേരം സംസാരിച്ച് ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കുന്നു. സന്താപം ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകൻ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മന്ദാകിനി സലീല ചന്ദൻ ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹു പുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ശിവായ ഗൗരീവദനാചരുന്ദ സൂര്യായ കക്ഷാധ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ
तस्मै शिखाराय नमः शिवाय वसिष्ठकुम्भोद्भव गौतमाय मुनीन्द्रदेवाचितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जटाधराय पीनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्दाकिनी सलीलचन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय मन्दार पुष्प बहु पुष्प सुपूजिताय तस्मै मकाराय नमः शिवाय शिवाय गौरीवदनाचरुन्द सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिखाराय नमः शिवाय वसिष्ठकुम्भोद्भव गौतमाय मुनीन्द्रदेवाचितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जटाधराय पीनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्दाकिनी सलीलचन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय मन्दार पुष्प बहु पुष्प सुपूजिताय तस्मै मकाराय नमः शिवाय शिवाय गौरीवदनाचरुन्द सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिखाराय नमः शिवाय वसिष्ठकुम्भोद्भव गौतमाय मुनीन्द्रदेवाचितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जटाधराय पीनाकहस्ताय सनातनाय दिव्याय देवाय
तस्मै यकाराय नमः शिवाय नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्दाकिनी सलीलचन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय मन्दार पुष्प बहु पुष्प सुपूजिताय तस्मै मकाराय नमः शिवाय शिवाय गौरीवदनाचरुन्द सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिकाराय नमः शिवाय वैशिष्टकुम्भोद्भव गौतमाय मुनीन्द्रदेवार्चितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जटाधराय पीनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्दाकिनी सलीलचन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय मन्दार पुष्प बहु पुष्प सुपूजिताय तस्मै मकाराय नमः शिवाय शिवाय गौरीवदनाचरुन्द सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिकाराय नमः शिवाय वैशिष्टकुम्भोद्भव गौतमाय मुनीन्द्रदेवार्चितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय यक्षस्वरूपाय जटाधराय पीनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्दाकिनी सलीलचन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय मन्दार पुष्प बहु
सुपूजिताय तस्मै मकाराय नमः शिवाय। शिवाय गौरीवदनाचरुण्ड सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिखाराय नमः शिवाय। वैशिष्टकुम्भोद्भव गौतमाय मुनीन्द्रदेवाचितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय। यक्षस्वरूपाय जटाधराय पीनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय। नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय। मन्दाकिनी सलीलचन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय। नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय। मन्दाकिनी सलीलचन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय मन्दारपुष्पबहुपुष्पसुपूजिताय तस्मै मकाराय नमः शिवाय। शिवाय गौरी